അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കത്തിനെതിരെ പ്രതിഷേധിച്ച യുക്രൈൻ പ്രസിഡന്റ് ചിത്രമാണ് ഈ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത്. വൈറ്റ് ഹൗസിലെ കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ രൂക്ഷമായ വാക്പോരുണ്ടായി എന്ന വാർത്തകൾ വരുന്നു. കാര്യം ഇതൊരു പക്ക കച്ചവടമായിട്ടാണ് അമേരിക്ക കാണുന്നത്. സെലൻസ്കിക്ക് സമാധാനം പുലരണമെന്ന് താല്പര്യമില്ലെന്ന് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും വിമർശിച്ചു. വാൻസ് യുക്രൈൻ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് സെലൻസ്കി തിരിച്ചു ചോദിച്ചു. We're trying to solve a problem. Don't tell us what we're going to feel. I'm not telling you. Because you're in no position to dictate that. That's exactly what you're doing. You're in no position to dictate what we're going to feel. You're playing cards. You're gambling with the lives of millions of people. You're gambling with World War III. You're gambling with World War III. And what you're doing is very disrespectful to the country, this country. അമേരിക്കയുടെ പുതിയ നീക്കത്തിൽ ചർച്ച പാതിയിൽ അവസാനിപ്പിച്ചു. അതോടെ സെലൻസ്കി വൈറ്റ് ഹൗസിൽ നിന്നും ഇറങ്ങിപ്പോയി. ഒരുപക്ഷേ സമീപകാല ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരമൊരു സംഭവം ആദ്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അന്തർദേശീയ നയതന്ത്രജ്ഞതയൊക്കെ തന്നെ അടപടലം വീണ സംഭവമാണിത്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, ശരിക്കും സെലൻസ്കിയെ യഥാർത്ഥത്തിൽ അമേരിക്കയിലേക്ക് ക്ഷണിച്ചത് തന്നെ അദ്ദേഹം കൽപ്പിച്ച ചില കാര്യങ്ങളിൽ ഒപ്പുവയ്ക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇതൊന്നും ഒപ്പുവെച്ചിട്ട് അദ്ദേഹത്തിന് യുക്രൈനിലേക്ക് തിരിച്ചു ചെല്ലാൻ കഴിയില്ല എന്ന് നന്നായി അറിയാവുന്ന ആളാണ് ഈ യുക്രൈൻ പ്രസിഡന്റും. എസ്കെൻ, ഇന്ന് ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തെറ്റിപ്പിരിഞ്ഞതോടെ റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ ശരിക്കും യുക്രൈൻ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. കില്ലർ പുടിനുമായിട്ട് ഒരിക്കലും സന്ധി ചെയ്യരുതെന്നാണ് സെലൻസ്കി ഇന്ന് ആവശ്യപ്പെട്ടത്. അമേരിക്ക ഇന്ന് അനുഭവിക്കുന്ന ഒരു മനോഹര തീരമുണ്ട്, അത് എന്നും അങ്ങനെ ആയിരിക്കുമെന്ന് കരുതരുതെന്നും സെലൻസ്കി ഈ കൂടിക്കാഴ്ചക്കിടയിൽ പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഓവൽ ഓഫീസിൽ മറുപടി പറയാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നൊന്നായിട്ട് പുറത്തു വരാൻ തുടങ്ങിയത്. റഷ്യയുമായി, പ്രത്യേകിച്ച് പ്രസിഡന്റ് പുടിനുമായിട്ട് ചേർന്ന് നിന്നാണ് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുന്നതെന്നാണ് സെലൻസ്കി പറഞ്ഞത്. വെടിനിർത്തൽ കരാർ ഉണ്ടായാൽ പുടിൻ പിന്നീട് അത് ലംഘിച്ചാലോ എന്ന തന്റെ സംശയം സെലൻസ്കി പ്രകടിപ്പിച്ചതൊന്നും ഡൊണാൾഡ് ട്രംപിന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ട്രംപ് അതിന് മറുപടി പറഞ്ഞത് തലയ്ക്ക് മീതെ ഇപ്പോൾ ഒരു ബോംബ് വീണാൽ എന്താകും എന്നായിരുന്നു. ഈ വൈസ് പ്രസിഡന്റ് JD വാൻസിനും നേരത്തെ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ സെലൻസ്കിയെ കടന്നാക്രമിക്കുകയുണ്ടായി. ഇതുവരെ ഈ കൂടിക്കാഴ്ചക്കിടയിൽ നന്ദി എന്നൊരു വാക്ക് സെലൻസ്കി ഉച്ചരിച്ചിട്ടില്ല എന്നാണ് വാൻസ് പറഞ്ഞത്. സംഘർഷം അവസാനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ ട്രംപിന് നന്ദി പറയുന്നതിന് പകരം വൈറ്റ് ഹൗസിലെത്തി അമേരിക്കൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യുവാനാണ് സെലൻസ്കി ശ്രമിച്ചതെന്നും വാൻസ് ഈ കൂടിക്കാഴ്ചക്കിടയിൽ പറഞ്ഞു. ട്രംപ് പിന്നീട് യുക്രൈനും റഷ്യയും ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. US കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച് സമ്മിശ്ര പ്രതികരണമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് വന്നിരിക്കുന്നത് ട്രംപിന്റെ സെലൻസ്കിയോടുള്ള പെരുമാറ്റത്തെ പറ്റി. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ളവർ ട്രംപിന്റെ ഈ പെരുമാറ്റത്തെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സെലൻസ്കി ഒറ്റയ്ക്കല്ല എന്നും അതുപോലെ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ട്രംപിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് യുക്രൈനുമായിട്ട് ഒരു ധാരണയൊക്കെ ഉണ്ടാക്കുവാനുള്ള അവരുടെ ശ്രമങ്ങളാണ് ഇന്ന് പാളിപ്പോയത്. അമേരിക്ക സെലൻസ്കിയോടുള്ള അനിഷ്ടം ഔദ്യോഗികമായി സെനറ്റർ ലിൻസി ഗ്രഹാമിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തു. സെലൻസ്കി രാജിവെക്കണമെന്നാണ് ലിൻസി ഇന്ന് പറഞ്ഞത്. മറ്റൊരു ഭരണാധികാരിയുമായിട്ട് മാത്രമേ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നാണ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ട്രംപുമായിട്ടുള്ള ഒരു ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു, അതും നടന്നില്ല. തന്നെയുമല്ല എസ്കെനെ, സെലൻസ്കിയോട് വൈറ്റ് ഹൗസ് വിട്ടുപോകുവാൻ ഡൊണാൾഡ് ട്രംപ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഫ്ലോറിഡയിലേക്ക് അദ്ദേഹം പോയിരിക്കുകയാണ്. ട്രംപ് പോകുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോൾ ട്രംപ് പറഞ്ഞത് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറ്റ് ഹൗസിൽ വന്നു, പക്ഷേ സെലൻസ്കി വന്നത് അത്ര ശരിയായിട്ടില്ല. കാര്യം അമേരിക്ക പോലുള്ള ഒരു രാജ്യവുമായിട്ടൊക്കെ ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ അടുത്ത 10 കൊല്ലത്തേക്ക് യുദ്ധം ചെയ്യുവാൻ അനുവദിക്കില്ല. യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സെലൻസ്കി സംസാരിച്ചാൽ മതിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഓക്കെ, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വാഗ്വാദമുണ്ടായി. ചർച്ചയിൽ നിന്ന് യുക്രൈൻ പ്രസിഡന്റ് ഇറങ്ങിപ്പോയി എന്നുള്ള ഏറ്റവും ഗൗരവമുള്ള വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് നമ്മളെ തേടി വരുന്നത്.